ടെപ്പോ ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പന്തളത്ത് ക്രിയോ ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഇലക്ട്രിക്കൽ റൂമാണ്. 3 നിലകളായി 6000 സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മാണം. ഈ റൂമിൻ്റെ ഇലക്ട്രിക്കൽ റൂമാണ്. ഇതൊരു ചെറിയ റൂമാണ്. അതിനകത്താണ് ഇന്നത്തെ ഇലക്ട്രിക്കൽ ഡീബുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കാണുന്നത് ഒരു വെർട്ടിക്കൽ ഡീവിയാണ്. ഇതിലേക്കാണ് നമ്മുടെ KSCBയുടെ ഇൻപുട്ട് വരുന്നത്. ഫസ്റ്റ് KSCB ലൈനിൻ്റെ ഇൻപുട്ട് വരുന്നത് ഈ DBയിലേക്കാണ്. ഇത് മേളിൽ കാണുന്നത് AC വേണ്ടി വെച്ച DBയാണ്. AC VRF ആണ്, സൺലൈസ്ഡ് AC ആണ്. അതിൻ്റെ 2 ഔട്ട്ഡോർ യൂണിറ്റ് വരും. ആ 2 ഔട്ട്ഡോർ യൂണിറ്റ് പോകാനുള്ള പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം 9 ഇൻഡോർ യൂണിറ്റുകളുണ്ട്. അതിൻ്റെ എല്ലാം കൺട്രോൾ ഇതിനകത്താണ് വരുന്നത്. ഇതിനകത്ത് ഒരു RCCB AC വേണ്ടി പ്രത്യേകം വെച്ചിട്ട് ആണ് ഇതിൻ്റെ വയറിങ് ചെയ്യുന്നത്. ഈ VDP വെർട്ടിക്കൽ DBയിലാണ് നമ്മുടെ KSCB എന്ന് വരുന്ന 35 mm കേബിള്, ഒരു 4 UG കേബിളാണ് വരുന്നത്. അതിവിടെ ഒരു 120 ആംസിൻ്റെ MCCBയിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇത് 6-way DBയാണ്. ഒരു 120 ആംസിൻ്റെ ഒരു MCCBയിലോട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് 6-way ആണ്. ഇതാണ് ഈ വീടിൻ്റെ മൊത്തം DBകളെ ഫീഡ് ചെയ്യുന്നത്. ഈ DB നിന്നാണ് നമ്മുടെ അടുത്ത പവർ DBയിലോട്ട് സപ്ലൈ വരുന്നത്. ഈ പവർ DBയിലാണ് നമ്മുടെ വാട്ടർ ഹീറ്റർ, സോക്കറ്റ്, അങ്ങനെയുള്ളതെല്ലാം കണക്ട് ചെയ്യുന്നത് ഈ DBയിലാണ്. ഇതിൽ തന്നെയാണ് നമ്മുടെ ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ മെയിൻ കേബിൾ ഈ DBയിലോട്ടാണ് നമ്മൾ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് ഒരു ഐസൊലേറ്റർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഓട്ടോമേഷൻ DBയിലോട്ട് പോകണം. ഈ വീട് ഫുൾ ഓട്ടോമേഷനാണ് ചെയ്യുന്നത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഓട്ടോമേഷൻ DBയാണ്. ഇതുപോലെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിലും ഓരോ DB വേറെ ഉണ്ട്. 3 DBയാണ് ഓട്ടോമേഷൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പം ഈ DBക്ക് വേണ്ടിയുള്ള ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഇൻവെർട്ടർ ലൈൻ വരുന്നത് നമ്മുടെ ഈ പവർ DBയിലാണ്. അതിൻ്റെ ഐസൊലേറ്റർ കൊടുത്തിരിക്കുന്നത്. അവിടെ വെച്ചാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് 3 DBയിലായിട്ട് കൊടുക്കും. ഇത് ഫുൾ ഓട്ടോമേഷനാണ് ഈ DB. ഈ വീട് ഫുൾ ഓട്ടോമേഷൻ ചെയ്തിരിക്കുകയാണ്. സ്വിച്ചസ്, നോർമൽ സ്വിച്ചസുകളില്ല, എല്ലാം ഓട്ടോമാറ്റിക് മൊബൈൽ വഴിയും ടച്ച് പാഡുകൾ വഴിയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ റൂം. ഇതിൻ്റെ വയർ പുള്ളിങ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മേളിൽ നമ്മളൊരു ട്രേ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇതുവഴിയാണ് കേബിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അതാത് DBകളിലേക്കുള്ള വയറുകൾ അതാത് DBയിലേക്ക് മാത്രം ഇറങ്ങും. DBകളെല്ലാം നോക്കൗട്ട് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കട്ടിങ് എവിടെയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മൊത്തം ഇവിടെ അപ്പം 3, 2, 5 DB വരും. 5 DB ELCB, RCCB എന്ന് പറയുന്നത് AC ഒരു RCCB, വെർട്ടിക്കൽ ഈ പവർ DBക്ക് ഒരു RCCB, ഓട്ടോമേഷന് വേണ്ടി 3 RCCBകൾ, 3 DBയിൽ 3 RCCB, പിന്നെ ഗാർഡൻ ലൈറ്റ്, പുറമേയുള്ള ലൈറ്റുകൾക്കെല്ലാം വേണ്ടി ഒരു RCCB. അങ്ങനെ 6 RCCB ആണ് ഈ വീടിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. 6 RCCBയും ഒരു MCCB. അപ്പോൾ ഇത്രയും വൈഡായിട്ടുള്ള ഒരു വയറിംഗ് ആണ് വീടിന് വേണ്ടി ചെയ്യേണ്ടത്. ക്രിയോ ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ നിർമ്മാണം. ഓക്കെ, ഗുഡ് ബൈ.